പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് ഒരു പുതിയ ഗവൺമെൻറ്റിനെ കേരളത്തിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. അപ്പം കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പുതിയ ഗവൺമെൻറ്റിലെ എല്ലാ അംഗങ്ങൾക്കും തന്നെ ഏറ്റവും മനോഹരമായ വിധത്തിൽ ഈ സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ട ദൈവകൃപ അവർക്ക് സമൃദ്ധമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഫിലിപ്പി 4:19. നമ്മൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ച് നമുക്ക് അറിയാവുന്ന അഭിഷേകം പ്രാപിച്ചുള്ള വചനമാണ്. വചനം നമുക്ക് ഒരുമിച്ച് പറയാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതായത് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ, ഒരുപക്ഷെ എനിക്ക് സമാധാനമായിരിക്കും ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു ശക്തിയില്ലാത്ത വിധത്തിൽ ശക്തി ചോർന്നു പോയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ എൻ്റെ രോഗത്തിൻ്റെ മേഖലകളായിരിക്കാം, ചിലപ്പോൾ മറ്റു മാനസികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, ചില വൈകൃതങ്ങളായിരിക്കാം, അവിശ്വാസ പീഡയായിരിക്കാം. ഓരോ വ്യക്തിയിൽ നിന്നും വ്യക്തികളിലേക്ക് പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ പക്ഷെ ഇതെല്ലാം ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കർത്താവ് പറയാണ്, എനിക്കെല്ലാം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഹൃദയ വിശ്വാസത്തോടെ ചോദിക്കണം എന്ന് മാത്രം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. രക്തസ്രാവക്കാരിയെക്കുറിച്ചല്ലേ. ഇതുപോലെ തന്നെ എൻ്റെ ജീവിത പ്രതികൂലങ്ങളിൽ എൻ്റെ ഈശോയ്ക്ക് ഇടപെടാൻ കഴിയും എന്ന പൂർണ്ണ ബോധ്യത്തോടെ യേശുവിനെ സമീപിക്കാനായിട്ടുള്ളൊരു ദൈവകൃപ കർത്താവ് ഈ ആശീർവാദ വേളയിൽ വേറെ ഒന്നും കൊടുക്കണ്ട. കർത്താവിലെ എൻ്റെ കർത്താവ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ഈ ഒരു ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.